നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഭക്തി എന്നത് ഒരിക്കലും ഒരു നിർവചനത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. നിർഗുണോപാസന മുതൽ നിന്ദാസ്തുതി വരെ ഭക്തിയുടെ ഭാവങ്ങളാണ്. ഭക്തൻ അവന്റെ മനസ്സിൽ ഭഗവാനെ, അമ്മയെ, ദേവിയെ ഭക്തി കൊണ്ട് ബന്ധിക്കുകയാണ്. അങ്ങനെ ഭക്തന്റെ മനസ്സിൽ ഭക്തിയാൽ ബന്ധിക്കപ്പെടുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ വിട്ടുകിട്ടാൻ ലക്ഷ്മി ദേവി കേണപേക്ഷിക്കുമ്പോഴും ഭഗവാനെ വിട്ടുകൊടുക്കരുതെന്ന് പറയുമ്പോൾ സ്വന്തം ഭക്തിയിൽ നിന്ന് വ്യതിചലിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നജാനാമി പുണ്യം, നജാനാമി തീർത്ഥം, നജാനാമി ഭക്തിം, ലയം വാ കദാചിൻ. എനിക്ക് പുണ്യം എന്തെന്നറിയില്ല, തീർത്ഥമെന്തെന്നറിയില്ല, ഭക്തിയോ ലയമോ എന്തെന്നറിയില്ല. എങ്കിലും ശരണാർത്ഥിയായി ഞാൻ അമ്മേ അവിടുത്തെ മുന്നിൽ നിൽക്കുന്നു. ശതാക്ഷരി മഹാരാജ്, അതാണോ ഭക്തി? അതെ, അതും ഭക്തിയാണ്. ഭക്തി കൊണ്ട് സ്വയം മറന്ന് നാഴികകളോളം നടന്ന് ദേഹത്തു നിന്നും ഇറ്റുവീണ വിയർപ്പിൽ കുതിർന്ന അവൽപ്പൊതി കുചേലൻ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ അമൃത് കൈക്കൊണ്ട ആത്മഹർഷത്തോടെ അത് വാരിക്കഴിക്കുന്ന ഭഗവാൻ വെളിപ്പെടുത്തുന്ന സത്യമുണ്ട്. അതാണ് ഭക്തവാത്സല്യം. അത് ലഭിക്കാൻ പണ്ഡിതനാകണ്ട, പദവികൾ വേണ്ട. ഭക്തി, ഭക്തി മാത്രം മതി. മൂകാംബിക ദേവിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ തിരുനടയിലെത്തുന്നത്. അവിടുത്തെ കൃപ മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ദേവിയുടെ കാരുണ്യത്തിനും ഭക്തരോടുള്ള വാത്സല്യത്തിനും അതിരുകളില്ല. അത് അളക്കാനുമാവില്ല. ആ വാത്സല്യത്തിന് നിശ്ചിത രൂപഭാവങ്ങളുമില്ല. ഇലയായും പൂവായും ഫലമായും മാല്യമായും ശിശുവായും പശുവായുമൊക്കെ ആ കാരുണ്യം രൂപമെടുത്ത് നമ്മെ സ്പർശിച്ച് കടന്നുപോകും. എക്സ്ക്യൂസ് മീ. ഹലോ. എന്താ? മനസ്സിലായില്ല? മറന്നുപോയോ? കഴിഞ്ഞ ദിവസം ഫോൺ കളഞ്ഞു പോയപ്പോ ഞാനാ എടുത്തോണ്ട് വന്ന് തന്നെ. ഓ, സോറി സോറി സോറി. പെട്ടെന്ന് കണ്ടപ്പോ തിരിച്ചറിഞ്ഞില്ല. ഓ, അല്ല, ഇവിടെന്താ ബസ് കാത്തുന്നതാ? ഏയ് അല്ല, ഞാനിതുവഴി പോയപ്പോ കുട്ടി നിക്കുന്ന കണ്ടു. ഓ, പേരെന്താ? അഖില. ഓ, പഠിക്കുകയാണല്ലേ? അതെ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാ. എന്റെ പേര് കിഷൻ. എന്താ പേരെന്താന്നാ പറഞ്ഞ? കിഷൻ. കിഷൻ. അല്ല, എന്താ ചിരിച്ചത്? ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ലേ? അല്ല, ഇങ്ങനൊരു പേരായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അച്ഛന്റെ വകയിലേ ഒരു വല്യച്ഛനുണ്ടായിരുന്നു. പുള്ളിയുടെ മകന്റെ പേര് കൃഷ്ണൻ എന്നാ. പക്ഷെ വല്യച്ഛന്റെ മകനെ കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. ആള് വിളിച്ചിരുന്നത് എന്തായിരുന്നോ? കിഷ കിഷാന്ന. അങ്ങനെ ഈ പേര് കേട്ടിട്ടുണ്ട്. കുട്ടി കളിയാക്കിയതല്ലേ? അയ്യോ അല്ലല്ല, പറഞ്ഞത് സത്യമാ. അല്ല, കളിയാക്കിയത് പോലെ തോന്നിയോ? സാരമില്ല, നമ്മളല്ലല്ലോ നമുക്ക് പേരിടുന്നേ, അല്ലേ? അല്ല, എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? ഓ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ.
പഠിത്തമൊക്കെ കഴിഞ്ഞേ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഓ, അച്ഛൻ എന്താ ബിസിനസ്? അത് ഒരൊറ്റ ബിസിനസ് അല്ല, പല പല ബിസിനസ്സുകളാ. ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മറിച്ച് വിൽക്കുന്ന ബിസിനസ്. ഓ, എന്ന് വെച്ചാ ഈ ആക്രി കച്ചവടം പോലെ. ഈ കുപ്പി, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അങ്ങനെയാണോ? അതല്ല. സ്വർണം, വില കൂടിയ വാച്ചുകള്, വണ്ടികള്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. സ്വർണമാണ് പ്രധാന ഐറ്റം. അതിലാണ് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്നത്. ഓ, അത് ശരി. എനിക്ക് പക്ഷേ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതൊക്കെ വിട്ടിട്ട് വിദേശത്തേക്ക് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാനിതൊക്കെ നടത്തി ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് അപ്പന്റെ, അതായത് അച്ഛന്റെ താല്പര്യം. അമ്മ പക്ഷെ എന്റെ കൂടെയാണ്. അച്ഛന്റെ തൊഴിലൊക്കെ വിട്ട് പുതിയ വഴികൾ കണ്ടെത്തണമെന്നാണ് എന്റെ അമ്മ പറയുന്നത്. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടെങ്കിലേ അത് നടത്തി ഇവിടെ നിന്നാ പോരെ. ആ, വിദേശത്ത് പോവാതെ എന്തെങ്കിലൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷേ അച്ഛന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, അത് ഉറപ്പാ. സന്ദീപേ, സന്ദീപേ, നീ മറന്നോ? അമ്മയുടെ ഈ പുണ്യഭൂമിയെ നീ മറന്നോ? എന്തേ വീണ്ടും വരാനൊരുങ്ങുന്നില്ല? നിന്റെ നാളുകൾ ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പൂർത്തിയാകാനും ഉണ്ട്. വരിക, വീണ്ടും വരിക. അമ്മ വിളിക്കാതെ അമ്മയുടെ ഉൾവിളി കൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് വന്നത്. ഇന്ന് അമ്മയുടെ വിളി സ്വപ്നത്തിലാണെങ്കിലും ആ വിളി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ വരും.